പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട 20 ബയോളജി കെമിസ്ട്രി ചോദ്യങ്ങളാണ്. SCERT 8ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളത്. മുഴുവൻ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് എത്രമാത്രം സ്കോർ കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന നിഗമനം രൂപീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന നിഗമനം രൂപീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം റുഡോൾഫ് വിർഷോ ആണ്. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന നിഗമനം രൂപീകരിച്ച ശാസ്ത്രജ്ഞൻ. അടുത്ത ചോദ്യം, പദാർത്ഥത്തിന്റെ നാലാമത്തെ അവസ്ഥ ഏതാണ്? പദാർത്ഥത്തിന്റെ നാലാമത്തെ അവസ്ഥ ഏതാണ്? ഉത്തരം പദാർത്ഥത്തിന്റെ നാലാമത്തെ അവസ്ഥ പ്ലാസ്മയാണ്. ഖരം, ദ്രാവകം, വാതകം, അതുകൂടാതെ നാലാമത്തെ അവസ്ഥ പ്ലാസ്മയാണ്. അടുത്ത ചോദ്യം, സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം ഏതവസ്ഥയിലാണുള്ളത്? സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം ഏതവസ്ഥയിലാണ് ഉള്ളത്? ഉത്തരം പ്ലാസ്മാവസ്ഥയിലാണ് പദാർത്ഥങ്ങൾ സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഖരപദാർത്ഥം ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയ ഏതാണ്? ഖരപദാർത്ഥം ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയ ഏതാണ്? ഉത്തരം ഉത്പതനമാണ്. ഉത്പതനം എന്ന് വെച്ചാൽ ഖരപദാർത്ഥങ്ങൾ സാധാരണ ചൂടാക്കുമ്പോൾ ദ്രാവകം ആവേണ്ടതാണ്. പക്ഷെ ചില പദാർത്ഥങ്ങൾ, കർപ്പൂരം, അമോണിയം ക്ലോറൈഡ്, അയഡിൻ ക്രിസ്റ്റലുകൾ തുടങ്ങിയ ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്നു. ഇങ്ങനെയുള്ള പ്രക്രിയയെ നമ്മൾ ഉത്പതനം എന്ന് പറയുന്നു. നിശ്ചിത ആകൃതിയും വ്യാപ്തവുമുള്ള പദാർത്ഥ അവസ്ഥ ഏതാണ്? നിശ്ചിത ആകൃതിയും വ്യാപ്തവുമുള്ള പദാർത്ഥ അവസ്ഥ ഏതാണ്? ഉത്തരം ഖരാവസ്ഥയിലാണ് നിശ്ചിത ആകൃതിയും അതേപോലെ വ്യാപ്തവും ഉള്ളത്. അടുത്ത ചോദ്യം, മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? ഉത്തരം മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം സ്വർണമാണ്. മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം സ്വർണമാണ്. അതേപോലെ ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം പ്ലാറ്റിനമാണ്. അടുത്ത ചോദ്യം, ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കാൻ സാധിക്കും. ഈ സവിശേഷത എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കാൻ സാധിക്കും. ഈ സവിശേഷത എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഡക്റ്റിലിറ്റി ആണ്. ലോഹങ്ങളെ വലിച്ചു നീട്ടി കമ്പികളാക്കി മാറ്റാൻ സാധിക്കുന്ന സവിശേഷതയെ ഡക്റ്റിലിറ്റി എന്നാണ് പറയുന്നത്. ടങ്സ്റ്റൺ ഫിലമെന്റുകളിൽ ടങ്സ്റ്റൺ ആണ് ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിനുള്ള കാരണം ടങ്സ്റ്റന് ഡക്റ്റിലിറ്റി ഉള്ളതുകൊണ്ടാണ്. അതായത് വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റാൻ സാധിക്കും. അടുത്ത ചോദ്യം, ബ്രോൺസിന്റെ ഘടകങ്ങൾ ഏതൊക്കെ? ഒരു ലോഹ സങ്കരമാണ് ബ്രോൺസ്. ബ്രോൺസിന്റെ ഘടകങ്ങൾ ഏതൊക്കെ എന്നാണ് ചോദ്യം. ഉത്തരം കോപ്പറും ടിന്നുമാണ് ബ്രോൺസിന്റെ ഘടകങ്ങൾ. കോപ്പറും സിങ്കും ബ്രാസിന്റെ ഘടകങ്ങളാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ മൃദുലോഹം അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നതിൽ മൃദുലോഹം അല്ലാത്തത് ഏതാണ്? ഉത്തരം മൃദുലോഹം അല്ലാത്തത് സിങ്ക് ആണ്. സോഡിയം, ലിഥിയം, പൊട്ടാസ്യം എന്നിവ ലോഹങ്ങളിൽ മൃദു ആയിട്ട് കാണപ്പെടുന്നവയാണ്. അതായത് സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങളെ നമുക്ക് ഒരു ബ്ലേഡ് കൊണ്ട് വരെ മുറിക്കാൻ സാധിക്കും. അടുത്ത ചോദ്യം, ഉത്തരം സെൻട്രോസോം. അടുത്ത ചോദ്യം, കോശത്തിന്റെ ഊർജ്ജനിലയം. കോശത്തിന്റെ ഊർജ്ജനിലയം ഏതാണ്? കോശത്തിന്റെ ഊർജ്ജനിലയം എന്നറിയപ്പെടുന്ന കോശാംഗം മൈറ്റോകോൺട്രിയയാണ്. അടുത്ത ചോദ്യം, റൈബോസോമുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവന 1, കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശാസ്ഥികൂടം എന്നും അറിയപ്പെടുന്നു. കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രം. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നു. ഇതിലേതാണ് റൈബോസോമുമായി ബന്ധപ്പെട്ട പ്രസ്താവന? ഉത്തരം ഓപ്ഷൻ 2 മാത്രമാണ്. പ്രസ്താവന 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നത് ഫേനമാണ്. അടുത്ത ചോദ്യം, ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? ഉത്തരം ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ആണ്. അതേസമയം MJ സ്ലീഡൻ ആണ് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്. പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് മഞ്ഞ നിറം നൽകുന്നത് ഏത് വർണ്ണവസ്തുവാണ്? പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് മഞ്ഞ നിറം നൽകുന്നത് ഏത് വർണ്ണവസ്തുവാണ്? ഉത്തരം സാന്തോഫിനാണ് മഞ്ഞ നിറം നൽകുന്നത്.
കരോട്ടിൻ മഞ്ഞയും ഓറഞ്ചും കലർന്ന നിറം നൽകുന്നു. ആന്തോസയാനിൻ ചുവപ്പ് നിറം. കുർക്കുമിൻ എന്ന് പറയുന്നത് മഞ്ഞളിലൊക്കെ അടങ്ങിയിട്ടുള്ള രാസപദാർത്ഥമാണ് കുർക്കുമിൻ. അടുത്ത ചോദ്യം, ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശാംഗം ഏതാണ്? ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശാംഗം ഏതാണ്? ഉത്തരം ഫേനമാണ്. അടുത്ത ചോദ്യം, കോശസ്തരത്തിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് വിളിക്കുന്ന പേരെന്താണ്? കോശ ദ്രവ്യത്തിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് വിളിക്കുന്ന പേര് എന്താണ്? ഉത്തരം ജീവദ്രവ്യം എന്നാണ്. കോശസ്തരത്തിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് ജീവദ്രവ്യം എന്ന് വിളിക്കുന്നു. മർമ്മമൊഴികെയുള്ള ജീവദ്രവ്യത്തിന്റെ ഭാഗങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? കോശദ്രവ്യം എന്ന് പറയാം. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ഏത് കോശാംഗമാണ് കരൾ, തലച്ചോറ്, പേശികൾ എന്നിവിടങ്ങളിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത്? താഴെ പറയുന്നതിൽ ഏത് കോശാംഗമാണ് തലച്ചോർ, പേശികൾ എന്നിവിടങ്ങളിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത്? ഉത്തരം മൈറ്റോകോൺട്രിയ ആണ്. ഈ പറയുന്ന ഭാഗങ്ങൾ കരൾ, തലച്ചോറ്, പേശികൾ എന്നിവിടങ്ങൾ വളരെയധികം ഊർജ്ജം ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെയാണല്ലോ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജ കേന്ദ്രമായിട്ടുള്ള മൈറ്റോകോൺട്രിയ വേണ്ടത്. അടുത്ത ചോദ്യം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോടോ അതേപോലെ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? ഉത്തരം റൈബോസോം ആണ്. സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മമുള്ള ജീവികളാണ് ഡാഷ്. സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മമുള്ള ജീവികളാണ് ഡാഷ്. ഉത്തരം യൂക്കാരിയോട്ടുകളാണ് സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മമുള്ള ജീവികൾ. കോശകേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചത് ആരാണ്? കോശകേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചത് റോബർട്ട് ബ്രൗൺ ആണ്. കോശകേന്ദ്രം കണ്ടെത്തി ന്യൂക്ലിയസ് എന്ന് വിളിച്ചത് റോബർട്ട് ബ്രൗൺ ആണ്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എത്രമാത്രം മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.